ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജാതി വ്യവസ്ഥ. പ്രത്യേകിച്ച് കേരളം പോലുള്ള പുരോഗമനപരമായ സംസ്ഥാനങ്ങളിൽ ജാതി വിവേചനം അപ്രത്യക്ഷമായി എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സാമൂഹിക സ്ഥാപനങ്ങളിലും അത് എങ്ങനെ ഒരു മറഞ്ഞിരിക്കുന്ന ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നത് നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ജാതിപരമായ അസമത്വങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം ഡീൻ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ജാതീയമായ അധിക്ഷേപങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ കേട്ട് കഴിഞ്ഞു. നമ്മൾ തലകുനിക്കേണ്ടിയിരിക്കുന്നു. പ്രബുദ്ധനായ മലയാളി എന്ന ഇല്ലാത്ത മൂടുപടം ഇനിയും എത്ര നാൾ നമ്മൾ എടുത്തണിയേണ്ടി വരും? സ്വാഗതം മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. കാത്തിരിക്കാതെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക്, ഷെയർ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്നിവ ഒരു സ്നേഹ സമ്മാനം എന്നോണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളീയ സമൂഹം ജാതിയെ മറികടന്നു എന്ന് അവകാശപ്പെടുമ്പോഴും സമീപകാല സംഭവങ്ങൾ ഈ വാദത്തെ ചോദ്യം ചെയ്യുന്നവയാണ്. വിദ്യാഭ്യാസം, കല, രാഷ്ട്രീയം, നിയമപാലനം തുടങ്ങിയ എല്ലാ മേഖലകളിലും ജാതി വിവേചനം ഇന്നും സജീവമാണ് എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. കേരള സർവകലാശാലയിലെ വിവാദം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ജാതി വിവേചനം നിഴലിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. കേരള സർവകലാശാലയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ അക്കാദമിക രംഗത്ത്, പ്രത്യേകിച്ച് അധ്യാപക നിയമനങ്ങളിലും ഗവേഷണ പ്രവേശനങ്ങളും മെറിറ്റിനേക്കാൾ ജാതിപരമായ പരിഗണനകൾക്കോ അല്ലെങ്കിൽ ജാതിപരമായ മുൻധാരണകൾക്കോ പ്രാധാന്യം നൽകുന്നു എന്ന ആരോപണങ്ങൾ സജീവമായിരുന്നു. പുലയനും പറയനും വന്നതോടെ സംസ്കൃതത്തിന്റെ മഹിമ നഷ്ടപ്പെട്ടെന്ന് സംസ്കൃത വിഭാഗം ഡീൻ വിജയകുമാരി പറഞ്ഞതായി കേട്ടപ്പോൾ ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റി. വിദ്യാഭ്യാസമുണ്ട് എന്നതിനർത്ഥം വിവേകമുണ്ട് എന്നല്ല. നിന്നെപ്പോലുള്ള നീചജാതിക്കാർ എത്ര ശ്രമിച്ചാലും സംസ്കൃതം പഠിക്കാനാവില്ല എന്ന് ഈ മഹതി നിരന്തരം പറയുമായിരുന്നെന്നും വിദ്യാർത്ഥി കയറിയ റൂം അശുദ്ധമായി എന്ന് പറഞ്ഞ് ശുദ്ധീകരിക്കാൻ വെള്ളം തെളിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. പ്രബുദ്ധ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. നിനക്ക് എന്തിനാണ് ഡോക്ടർ എന്ന വാല്? നിനക്ക് വാലായി നിന്റെ ജാതി പേരുണ്ടല്ലോ എന്ന് റിപ്പോർട്ട് ഒപ്പിട്ട് നൽകുമോ എന്ന് ചോദിച്ച വിദ്യാർത്ഥിയോട് വകുപ്പ് മേധാവി പറഞ്ഞതായി നമ്മൾ കേട്ടു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള, ദളിത് സമൂഹത്തിൽ നിന്നുമുള്ള ഉദ്യോഗാർത്ഥികളെ നിയമനങ്ങളിൽ നിന്നും ഗവേഷണ അവസരങ്ങളിൽ നിന്നും തടയാൻ ശ്രമിക്കുന്നു എന്ന ശക്തമായ വാദങ്ങൾ ഇവിടെ ഉയരുന്നു. ഈ സംഭവങ്ങൾ പ്രബുദ്ധമെന്ന് നമ്മൾ വിളിക്കുന്ന സർവകലാശാലകളുടെ കോമ്പൗണ്ടുകൾക്കുള്ളിൽ പോലും ജാതീയത എത്രത്തോളം സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് വിദ്യാർത്ഥികൾ നേരിടുന്ന കടുത്ത ജാതിപരമായ വിവേചനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ദീപ എന്ന വിദ്യാർത്ഥി നടത്തിയ സമരം. ഗവേഷണ പ്രബന്ധ സമർപ്പണവുമായി ബന്ധപ്പെട്ടോ ഹോസ്റ്റൽ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നുള്ള മനോഭാവത്തിലോ ആകാം ഇവർ വിവേചനം നേരിട്ടത്. ജാതിപരമായ അധിക്ഷേപങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര പിന്തുണ നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിനി തൻ്റെ അവകാശങ്ങൾക്കായി ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ വീഴ്ചയാണ് വെളിപ്പെടുത്തുന്നത്. ക്യാമ്പസുകൾ സമത്വത്തിൻ്റെ ഇടങ്ങളാകുന്നതിന് പകരം ജാതി വിവേചനത്തിൻ്റെ പുതിയ കോട്ടകളായി മാറുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണിത്. കലാകാരന്മാർക്ക് ജാതിയുടെ അതിർവരമ്പുകളില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും പ്രമുഖ ചലച്ചിത്ര താരവും കലാകാരനുമായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനും പ്രൊഫഷണൽ നർത്തകനുമായ RLV രാമകൃഷ്ണൻ കേൾക്കേണ്ടി വന്ന ജാതി അധിക്ഷേപം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ ജാതി ചിന്തകളെ തുറന്നു കാട്ടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നൃത്തരീതിയെയോ വസ്ത്രധാരണത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെയോ വിമർശിക്കുമ്പോൾ പോലും ജാതീയപരമായ പരാമർശങ്ങൾ കടന്നു വരുന്നത് കലയും സംസ്കാരവും പോലും ജാതി ചിന്തകളിൽ നിന്നും മുക്തമല്ല എന്നതിൻ്റെ തെളിവാണ്. തൊഴിലിലും കലാരംഗത്തും പോലും ജാതി ഒരു യോഗ്യതയായി കണക്കാക്കപ്പെടുന്നു എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. സമകാലിക ഇന്ത്യയിലെ ജാതി വിവേചനത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ പ്രതീകമാണ് ഹൈദരാബാദ് സർവകലാശാലയിലെ ദളിത് വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും സ്ഥാപനാപരമായ വിവേചനത്തിൻ്റെയും മാനസിക പീഡനത്തിൻ്റെയും അങ്ങേയറ്റം ദാരുണമായ ഫലമായിരുന്നു രോഹിത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു വ്യക്തിക്ക് അയാളുടെ ജനനം എന്ന യാഥാർത്ഥ്യം എങ്ങനെയാണ് അയാളുടെ ജീവിതം മുഴുവൻ ഒരു ബാധ്യതയായി മാറുന്നത് എന്ന് തുറന്നു കാട്ടുന്നു. എൻ്റെ ജനനം എൻ്റെ മാരകമായ അപകടമാണ് എന്ന രോഹിത്തിൻ്റെ വാക്കുകൾ ഇന്ത്യയിലെ ദളിത് യുവാക്കൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള ശ്രമത്തിൽ പോലും നേരിടേണ്ടി വരുന്ന നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും നിയമപാലനത്തിൽ ജാതിയും സാമൂഹിക പദവിയും എങ്ങനെ ഇരട്ട നീതിക്ക് വഴിവെക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വന്യജീവി നിയമം അല്ലെങ്കിൽ മറ്റ് ചെറിയ നിയമലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വേടൻ എന്ന വ്യക്തിയോട് പോലീസ് സ്വീകരിച്ച
കർക്കശ നിലപാടും അതേ നിയമലംഘനം നടത്തിയ പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും സ്വീകരിച്ച സൗമ്യമായ നിലപാടും തമ്മിലുള്ള താരതമ്യം ശ്രദ്ധേയമാണ്. നിയമത്തിന്റെ മുന്നിൽ പാവപ്പെട്ടവനും ജാതിയിൽ താഴ്ന്നവനും ലഭിക്കുന്ന ശിക്ഷയും ഉയർന്ന സാമൂഹിക പദവിയുള്ളവർക്ക് ലഭിക്കുന്ന ഇളവുകളും തമ്മിലുള്ള അന്തരം ജാതി വ്യവസ്ഥയുടെ ആഴത്തിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നു. അധികാരം, പണം, ജാതി എന്നിവ എങ്ങനെയാണ് നിയമവ്യവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ സമകാലിക സംഭവങ്ങൾ ഒറ്റപ്പെട്ടവയല്ല. അവയുടെ എല്ലാം വേരുകൾ ഇന്ത്യയുടെ സാമൂഹിക ഘടനയുടെ അടിസ്ഥാനമായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഹിന്ദുമതത്തിന്റെ യാഥാസ്ഥിതിക ചിന്തകളിലാണ്. ഇതാണ് ഈ വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം. ചാതുർവർണ്ണ വ്യവസ്ഥിതി എന്നത് ഒരാളുടെ തൊഴിലിന്റെയോ കഴിവിന്റെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല, മറിച്ച് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക പദവി നിർണയിച്ച ഒരു ശ്രേണീകൃത വ്യവസ്ഥയായിരുന്നു. ഇത് ഹൈന്ദവ ഗ്രന്ഥങ്ങളെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കി സമൂഹത്തെ 4 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചു: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ. ഈ 4 വർണ്ണങ്ങൾക്കും പുറത്താണ് അസ്പൃശ്യർ അല്ലെങ്കിൽ പഞ്ചമർ എന്നറിയപ്പെടുന്ന വിഭാഗം. ഈ വിഭാഗമാണ് അവർണരും ദളിതരും. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലും വിവേചനവും നേരിട്ടതും ഇവരാണ്. ഇവർക്ക് വിദ്യാഭ്യാസം, പൊതുസ്ഥലങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ നിഷേധിക്കപ്പെട്ടു. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും അപകടകരമായ സ്വഭാവം ഇത് വെറുമൊരു സാമൂഹിക വിഭജനം എന്നതിലുപരി ശുദ്ധി, അശുദ്ധി എന്ന ഒരു ആശയം സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു എന്നതാണ്. ഒരു വ്യക്തിയുടെ ജാതി അയാളുടെ ശുദ്ധി നിർണയിച്ചു. താഴ്ന്ന ജാതിക്കാരെ സ്പർശിക്കുന്നത് പോലും അശുദ്ധിയായി കണക്കാക്കപ്പെട്ടു. ഈ മാനസികാവസ്ഥയുടെ തുടർച്ചയാണ് ഇന്നും തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും വിവിധ രൂപങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന ജാതി വിവേചനം നിരോധിക്കുകയും സമത്വം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങളായി സമൂഹത്തിൽ അടിയുറച്ച ഈ വർണ്ണജാതി ചിന്താഗതി നമ്മുടെ ഉപബോധ മനസ്സിൽ പോലും ഇന്നും സജീവമാണ്. നിയമപരമായ സമത്വം കൈവരിച്ചിട്ടും സാമൂഹികവും സാമ്പത്തികപരവുമായ സമത്വം ഇന്നും ഒരു വിദൂര സ്വപ്നമായി നിലനിൽക്കുന്നത് ഈ വർണ്ണവ്യവസ്ഥയുടെ ആഴത്തിലുള്ള സ്വാധീനം മൂലമാണ്. കേരളത്തിൽ നിന്നും ജാതി പോയി എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴും ഈ പ്രബുദ്ധ കേരളത്തിൽ പോലും ജാതി ഒരു ഭൂതം കണക്കെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷമായി ആക്രമിക്കുന്നതിന് പകരം കൂടുതൽ സൂക്ഷ്മമായും സ്ഥാപനപരമായും പ്രവർത്തിക്കുന്നു. നമ്മളൊക്കെ വിവാഹത്തിനായി സ്വന്തം ജാതിയെ തേടുന്നത് ജാതിയുടെ സൂക്ഷ്മമായ പ്രവർത്തനം നമ്മൾ അറിയാതെ നമ്മളിൽ കയറിക്കൂടിയതിൻ്റെ പ്രതിഫലനമാണ്. പ്രണയവിവാഹങ്ങൾ, മിശ്ര വിവാഹങ്ങൾ എന്നിവ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം മാതാപിതാക്കളും യുവജനങ്ങളും ഇന്നും പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം ജാതിയെയാണ് തപ്പുന്നത്. മാട്രിമോണിയൽ സൈറ്റുകളിലും പത്രപരസ്യങ്ങളിലും ജാതി പ്രശ്നമില്ല എന്ന് കാണുന്നതിന് പകരം നായർ, ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെയുള്ള ജാതിമത കോളങ്ങൾ ഇന്നും സജീവമാണ്. ഇത് വ്യക്തമാക്കുന്നത് ജാതിപരമായ ശുദ്ധി നിലനിർത്താനുള്ള ആഗ്രഹം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നു എന്നതാണ്. ഒരു വ്യക്തിയുടെ ജാതി എന്നത് അയാളുടെ സാമ്പത്തിക പശ്ചാത്തലം, സാംസ്കാരിക മൂല്യങ്ങൾ, ഭാവി സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെടുന്ന ഒരു സാമൂഹിക മൂലധനമായി കണക്കാക്കപ്പെടുന്നു. ജാതി ഇല്ലാത്തൊരു സമൂഹം സ്ഥാപിക്കണമെങ്കിൽ ജാതി കലർപ്പില്ലാത്ത വിവാഹ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ വിവാഹം എന്ന സ്വകാര്യ തെരഞ്ഞെടുപ്പിൽ പോലും ജാതി ഒരു നിർബന്ധിത ഘടകമായി തുടരുന്നത് കേരളം ജാതിരഹിതമായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. ജാതിയെ ഉന്മൂലനം ചെയ്യേണ്ട സർക്കാർ സംവിധാനങ്ങൾ പോലും ചിലപ്പോൾ തങ്ങളുടെ നയങ്ങളിലെ പിഴവുകൾ കാരണം ജാതി വിവേചനത്തിന് വളം വച്ചേക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഭൂപരിഷ്കരണം. ഒരു പരിധിവരെ ഇത് സാമൂഹിക നീതി ഉറപ്പാക്കിയെങ്കിലും അധികാരികളായി വിലസിയിരുന്ന ഒരു വിഭാഗത്തെ സമൂഹത്തിൽ നിന്നും പറിച്ചുമാറ്റാൻ സാധിച്ചുവെങ്കിലും ഈ പരിഷ്കരണം ലക്ഷ്യമിട്ടതുപോലെ വലിയ വിഭാഗം ദളിത്, ആദിവാസി സമൂഹങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭിക്കാതെ പോയ ഒരു ചരിത്രം കൂടിയാണിത്. പാട്ടകൃഷിക്കാർക്ക് ഭൂമി ലഭിച്ചപ്പോൾ ഭൂമിയിൽ ഒരു അവകാശവുമില്ലാതിരുന്ന ദളിത് വിഭാഗങ്ങൾ തോട്ടം തൊഴിലാളികളായോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായോ തുടർന്നു. ഭൂമിയിലെ ഉടമസ്ഥാവകാശം സാമൂഹിക പദവിയുടെയും സാമ്പത്തിക സുരക്ഷയുടെയും താക്കോലായിരുന്നിട്ടും ഭൂപരിഷ്കരണം ഈ താക്കോൽ അവകാശപ്പെട്ട പലർക്കും നൽകാതെ നിലവിലുള്ള സാമൂഹിക ശ്രേണിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ സാമ്പത്തിക അസമത്വങ്ങൾക്ക് പുതിയൊരു രൂപം നൽകി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകിയ സംവരണം നിലവിലെ സംവരണ തത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു നയമാണ്. ഇന്ത്യയിലെ സംവരണം സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ പേരിലായിരുന്നില്ല, മറിച്ച് ചരിത്രപരമായ ജാതീയപരമായ അടിച്ചമർത്തലിൻ്റെയും സാമൂഹിക വിവേചനത്തിൻ്റെയും ഫലമായി നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ നൽകാനുള്ള ഒരു സാമൂഹിക നീതിയുടെ ഉപകരണമായിരുന്നു. EWS സംവരണം വരുമ്പോൾ സംവരണം എന്നത് സാമ്പത്തിക സഹായം മാത്രമായി ചുരുങ്ങുകയും സാമൂഹികമായ പ്രാതിനിധ്യം എന്ന അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ദുർബലമാവുകയും ചെയ്യുന്നു. ഇത് സവർണ വിഭാഗങ്ങൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകുകയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു. ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളായിരുന്നവർക്ക് സാമ്പത്തിക കാരണം പറഞ്ഞ് പ്രത്യേക പരിഗണന നൽകുമ്പോൾ ജാതി വ്യവസ്ഥയുടെ ഇരകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ നീതി നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ കേരളം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും അതിദരിദ്ര വിമുക്ത കേരളം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജാതീയപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രത്യേകം പരിഗണിക്കുന്നതിൽ പിഴവുകൾ സംഭവിച്ചേക്കാം. അതിദരിദ്രർ എന്ന് കണക്കാക്കപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം ദളിത്, ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ്.
ഇവരുടെ ദാരിദ്ര്യം കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ജാതീയപരമായ ബഹിഷ്കരണത്തിൻ്റെയും അവസര നിഷേധത്തിൻ്റെയും ഫലം കൂടിയാണ്. കേവലം സാമ്പത്തിക മാനദണ്ഡങ്ങൾ മാത്രം ഉപയോഗിച്ച് ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജാതീയപരമായ വിവേചനം കാരണം ഇവർക്ക് ലഭിക്കേണ്ട പ്രത്യേക പരിഗണന നഷ്ടപ്പെടുകയും ഇവർ വീണ്ടും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യും. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം ജാതിയെ മറികടന്നു എന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം പലപ്പോഴും ജാതിപരമായ സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. കേരള മന്ത്രിസഭയുടെ ഘടന പരിശോധിച്ചാൽ ഉന്നതമായ മന്ത്രിസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട വകുപ്പുകളിലും പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിത് സമൂഹത്തിൻ്റെയും പ്രാതിനിധ്യം അവരുടെ ജനസംഖ്യാനുപാതികമായി വളരെ കുറവാണ്. പാർട്ടി നേതാക്കൾ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയ അധികാര കേന്ദ്രങ്ങളിൽ സവർണ വിഭാഗങ്ങളുടെ സാന്നിധ്യം വളരെ ഉയർന്ന തോതിലാണ്. ഇത് ജാതീയപരമായ സമവാക്യങ്ങൾ രാഷ്ട്രീയ തീരുമാനങ്ങളെയും അധികാര വിതരണത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ജനാധിപത്യം വിജയിക്കണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണത്തിൽ തുല്യമായ പ്രാതിനിധ്യം ലഭിക്കണം. എന്നാൽ ഇന്നും ചില വിഭാഗങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പുറം തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞ സ്ഥാനങ്ങളിലേക്ക് ഒതുക്കപ്പെടുകയോ ചെയ്യുന്നു. നമ്മൾ പ്രബുദ്ധരായ കേരളീയർന്ന് അഭിമാനിക്കുമ്പോഴും ജാതി, മതം, വർണ്ണം, ഭാഷ, അതിരുകൾ തുടങ്ങിയ വേലിക്കെട്ടുകൾക്കുള്ളിലാണ് ഇന്നും നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. മുകളിൽ വിവരിച്ച സംഭവങ്ങളും മറഞ്ഞിരിക്കുന്ന ജാതിയുടെ പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത് നാം ഇനിയും ഒരു യഥാർത്ഥ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ്. ഭരണഘടനാപരമായി നമ്മൾ ജാതിരഹിതരാണ്. എന്നാൽ സാമൂഹികമായും മാനസികമായും നാം ഇന്നും ജാതിയുടെ ചങ്ങലകളിൽ ബന്ധിതരാണ്. നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരാതെ നിയമങ്ങൾ കൊണ്ടോ സർക്കാർ പദ്ധതികൾ കൊണ്ടോ മാത്രം ഈ സാമൂഹിക വിപത്തിനെ തുടച്ചു നീക്കാൻ കഴിയില്ല. നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് ജാതിയുടെയും വിവേചനത്തിൻ്റെയും ചരിത്രമല്ല, മറിച്ച് സമത്വസുന്ദരമായ യഥാർത്ഥ ജനാധിപത്യ ഇന്ത്യയാണ്. അതിരുകളില്ലാത്ത മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന, അറിവും കഴിവും മാത്രം ഒരു വ്യക്തിയുടെ യോഗ്യതയായി കണക്കാക്കുന്ന ഒരു സമൂഹം. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പേരിൻ്റെ കൂടെയുള്ള ജാതിവാലിൻ്റെ ഭാരം പേറാതെ ജീവിക്കാൻ സാധിക്കണം. അവർ പ്രണയിക്കുന്നവരെയും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയും അവർക്ക് ലഭിക്കുന്ന നീതിയെയും ജാതിയുടെ കണ്ണിലൂടെ നോക്കാതിരിക്കാൻ നമ്മളവരെ പരിശീലിപ്പിക്കണം. ജാതിയെക്കുറിച്ചുള്ള തുറന്ന സംവാദങ്ങൾക്കും ചരിത്രപരമായ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കും സംവരണത്തിൻ്റെ സാമൂഹിക നീതിയുടെ ലക്ഷ്യമുറപ്പാക്കുന്നതിനും നമുക്ക് കൈകോർക്കേണ്ടതുണ്ട്. പ്രബുദ്ധമായ കേരളം എന്നത് ഒരു യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നും ജാതിയെ പറിച്ചു മാറ്റണം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം, നീതി എന്നിവ ഓരോ പൗരനും യാഥാർത്ഥ്യമാകുന്ന ആ സുന്ദരമായ ജനാധിപത്യ സമൂഹത്തിനായി നമുക്ക് പ്രവർത്തിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും പങ്കുവെക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.